ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഓണം ഇങ്ങ് എത്തി. ഇനി അധിക ദിവസമില്ല ഓണത്തിന്, 2-3 ദിവസമേ ഉള്ളൂ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. എന്നാലും സമയം കിട്ടുമ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. ചേന, ചേമ്പ്, പടവളങ്ങ, ഇത്തിരി വെള്ളരിക്ക, 2 പച്ചമുളക്, 1 മുരിങ്ങയ്ക്ക, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞ് വൃത്തിയാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതുപോലെ അരിയാം. ഞാനിവിടെ നീളത്തിലരിഞ്ഞു എന്ന് മാത്രം. അപ്പം നീളത്തിലരിഞ്ഞ പച്ചക്കറി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പച്ചക്കറി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ വീട്ടിൽ തൈര് ചേർക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തത്. തൈര് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അവിയലാണല്ലോ, അധികം പുളിയൊന്നും വേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. തൈരോ തക്കാളിയോ പുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. മാങ്ങയോ എന്തായാലും ചേർക്കാം. ഒത്തിരി പുളി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തു. അതെന്താണ്ട് വെന്ത അവിയലിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നന്നായി മിക്സ് ചെയ്യണം. അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറണം. സിമ്മിലാക്കി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. എന്നാൽ മാത്രമേ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ എന്താണ്ട് ഇളക്കി നന്നായി യോജിപ്പതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നല്ല പച്ച ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് നമ്മുടെ അവിയലിൻ്റെ പ്രധാനപ്പെട്ട ഒരു താരം. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അവിയലിന് വരുന്നത്. അപ്പോൾ എൻ്റെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ക്യാരറ്റ് ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നല്ല സൂപ്പറുള്ള അവിയലായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഓണക്കാലമാണ്, എല്ലാവർക്കും തിരക്കാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എപ്പോഴെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു ഓണവിഭവവുമായി കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.